മാന്യ സദസ്സിന് ദൈവനാമത്തിൽ സ്നേഹവന്ദനം. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും മനുഷ്യന് അഭിമാനിക്കാൻ വക നൽകുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ എനിക്ക് നിങ്ങളുടെ മുന്നിൽ പ്രസംഗിക്കാൻ കിട്ടിയിരിക്കുന്ന വിഷയം വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെ ജീവിത ദർശനങ്ങളും ഇന്നത്തെ അധ്യാപക ദൗത്യവും എന്നുള്ളതാണ്. അക്രമവും അനീതിയും അഴിമതിയും വെല്ലുവിളികളും അറിഞ്ഞോ അറിയാതെയോ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കടന്നുകയറുമ്പോൾ അതിനിരകളായി മാറുന്നത് ഒരുപറ്റം നിഷ്കളങ്കരായ വിദ്യാർത്ഥികളാണ് എന്ന സത്യം നമുക്ക് മുന്നിൽ കാലം വരച്ച മാതൃകയാണ്. ഈ സാഹചര്യത്തിൽ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന അധ്യാപക സമൂഹം ഒരു കുട്ടിയുടെ ജീവിതം രൂപാന്തരപ്പെടുത്തുന്നതിൽ അതിയായ പ്രാധാന്യം അർഹിക്കുന്നു. സ്വന്തം ജീവിതത്തിലൂടെ വിശുദ്ധ ചാവറ പിതാവ് നമുക്ക് മുന്നിൽ കാട്ടിത്തന്ന മാതൃക, അതിലൂടെ ജീവിത ദർശനങ്ങളും മൂല്യങ്ങളും നമ്മുടെ അധ്യാപക ദൗത്യത്തിന് മുതൽക്കൂട്ടായി മാറേണ്ടതാണ്. എന്താണ് വിശുദ്ധ അച്ഛൻ നമുക്ക് മുന്നിൽ കാട്ടിത്തന്ന മാതൃകകൾ? ഒന്നാമതായി, വിദ്യാഭ്യാസം എല്ലാവരിലും എത്തിക്കുക. ദൈവിക ദാനമായ വിദ്യാഭ്യാസം എല്ലാ കുഞ്ഞുങ്ങളുടെയും അവകാശമാണെന്നും അത് സമ്പന്നനെന്നോ ദരിദ്രനെന്നോ ജാതിമത ഭേദമന്യേ ലിംഗസമത്വത്തോടെ സമൂഹത്തിലേക്ക് ആക്കുക എന്നതത്രേ വിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചത്. അതിനോടനുബന്ധിച്ച് പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ എന്ന ആശയം സ്ഥാപിച്ചതിലൂടെ ഇത് പ്രാവർത്തികമാക്കുകയും ചെയ്ത്. അതുപോലെയായിരിക്കണം ഞാനും നിങ്ങളും. നമുക്ക് മുന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദുർബലരായ കുട്ടികളെ ചേർത്ത് നിർത്തുവാനും ഒരുപോലെ പഠിപ്പിക്കുവാനും സ്നേഹിക്കുവാനും ആത്മധൈര്യത്തോടുകൂടി അവരെ മുന്നോട്ട് കൊണ്ടുവരുവാനും സാധിക്കുന്നു എങ്കിൽ വിദ്യാഭ്യാസം പൂർണ്ണതയിലെത്തി. രണ്ടാമതായിട്ട്, മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന ഒന്നാകണം വിദ്യാഭ്യാസം. ഒരു അധ്യാപകൻ അറിവ് പകർന്നു നൽകുന്നതിലൂടെ മാത്രമല്ല, ജീവിതത്തിന്റെ മൂല്യങ്ങൾ കുഞ്ഞുങ്ങളുടെ മനസ്സുകളിലേക്ക് എത്തിക്കുന്നതിലൂടെയാണ് യഥാർത്ഥ അധ്യാപനം സാധ്യമായി തീരുന്നത്. വിശുദ്ധ ചാവറ പിതാവ് വിദ്യാഭ്യാസത്തിനോടൊപ്പം വിശ്വാസ രൂപീകരണവും ധാർമ്മികതയും മനുഷ്യസ്നേഹവും കാണിച്ചുകൊടുത്ത്. നെല്ലും പതിരും വേർതിരിക്കുന്നത് പോലെ നന്മ തിന്മകളെ വേർതിരിക്കുവാൻ ഒരു കുഞ്ഞ് പഠിച്ചിരിക്കണം. നമ്മുടെ സമൂഹത്തില് പാരസ്പരിക ബന്ധവും പരസ്പര സാഹോദര്യവും സ്നേഹവും അച്ചടക്ക മൂല്യവും കുട്ടികളിൽ പകർത്തുവാൻ അധ്യാപകർക്ക് കഴിയണം. അതുപോലെ തന്നെ അങ്ങനെയുള്ളൊരു ജീവിതം കെട്ടിപ്പടുത്തുയർത്തുന്ന തലമുറകൾക്ക് മാത്രമേ വിശ്വാസ കേന്ദ്രീകൃതമായ ജീവിതം പൂർണ്ണമാക്കുവാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമതായിട്ട്, വിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്നേഹവും കരുണയും പ്രാർത്ഥനയിലും അടിസ്ഥാനപ്പെട്ട ഹൃദയമുള്ള അധ്യാപനമായി മാറണം. വിശുദ്ധ പിതാവിന്റെ ജീവിതം നോക്കുമ്പോൾ ആ ജീവിതത്തിൽ ഉടനീളം കരുണാപൂർണമായ ജീവിതം നയിച്ച വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. വിശക്കുന്നവന് ഭക്ഷണവും ആവശ്യത്തിലിരിക്കുന്നവർക്ക് നന്മകളും നിരാശയിലൂടെ കടന്നു പോകുന്നവർക്ക് പ്രത്യാശയുടെ പൊൻകിരണവുമായി അദ്ദേഹം വിളങ്ങി നിന്നു. അതുപോലെ ഞാനും സമ്മർദ്ദത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ കരുതുവാനും തെറ്റിലൂടെ കടന്നുപോകുന്ന കുട്ടികൾക്ക് സ്നേഹത്തോടെ അവരെ ശാസിച്ച് മുൻപോട്ട് കൊണ്ടുപോകുവാനും കഴിയണം. ഒരു അധ്യാപകൻ അറിവ് പകർന്നു നൽകി എന്നതിലൂടെ ആയിരിക്കരുത് ഒരു കുഞ്ഞ് നമ്മളെ വിലയിരുത്തുന്നത്. നാലാമതായി അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതം തന്നെ കുഞ്ഞുങ്ങൾക്ക് മുന്നിൽ മാതൃകയായിരിക്കണം. വിശുദ്ധ ചാവറ പിതാവ് പ്രസംഗിച്ചതിൽ ഉപരിയായി തന്റെ ജീവിതം കൊണ്ട് ജീവിതത്തിൽ സത്യത്തെ ജയിച്ച് മുന്നോട്ടു പോയ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു തുറന്ന പുസ്തകമായിരുന്നു. ആ ജീവിത സന്ദേശം നമ്മുടെ ഹൃദയങ്ങളിലേക്കും നാം ഏറ്റുവാങ്ങണം. ഒരു കുഞ്ഞിനെ സ്നേഹിക്കുമ്പോൾ അത് സമൂഹത്തിൽ എപ്രകാരം ആയിരിക്കണം എന്നുള്ളത് നാം ചിന്തിക്കണം. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ മാത്രമല്ല, അറിവുകൾ മാത്രമല്ല, നമ്മുടെ ജീവിതമാണ് ഓരോ കുട്ടിയും നിരീക്ഷിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. ഈ ജീവിത ആദർശങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടു പോകുവാൻ അധ്യാപക സമൂഹത്തിന് സാധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു കുട്ടി തന്റെ ജീവിതം സ്വാധീനകരമാക്കുന്നത് അധ്യാപകന്റെ പ്രവർത്തനങ്ങളിലൂടെ മാത്രം ആയിരിക്കണം. ഒരു അധ്യാപകന് നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താനായിട്ട് സാധിക്കും. എന്നാൽ ജീവിത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച ഒരു അധ്യാപകന് ഒരു കുട്ടിയുടെ ജീവിതം രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കും. ഇപ്രകാരം വിശുദ്ധ ചാവറ അച്ഛൻ ഉപദേശിച്ചതുപോലെ അറിവ് പകർന്നു നൽകുന്നതിലൂടെ മാത്രമല്ല, മറ്റുള്ളവരുടെ മുന്നിൽ പ്രകാശമായി നല്ല ഗുരുക്കന്മാരായി തീരുവാൻ നമുക്ക് സാധിക്കണം. അദ്ദേഹം പകർന്നു നൽകിയ ജീവിത മൂല്യങ്ങളും ആദർശങ്ങളും മുറുകെ പിടിച്ച് ആ തിരുനാളം നമ്മുടെ മുന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു നൽകുവാനും സത്യത്തിന്റെ പാതയിൽ അവരെ നയിക്കുവാനും നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ടു നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.